ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവം ധ്യാനിച്ച് അവൻ്റെ ഉദ്ധാനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാളുകളാണല്ലോ ഇത്. നമുക്കെല്ലാവർക്കും അറിയാം, കൂടുതൽ സമയം നമ്മൾ പ്രാർത്ഥനയിൽ ചിലവഴിക്കും, ഈശോയോട് കൂടെ ആയിരിക്കും, മറ്റു സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. സ്നേഹമുള്ളവരെ, ഈ നോയമ്പ് കാലത്ത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചെന്ന് വരും, അവരുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ ഒരു പ്രത്യേക നിയോഗം ഈ നോയമ്പ് കാലത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് നല്ലതാണ്. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 1-ാം വചനം ശ്ലീഹ ഇപ്രകാരമാണ് പറയുന്നത്. ശ്ലീഹ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്രകാരമാണ് പറയുന്നത്: എൻ്റെ ഹൃദയപൂർവകമായ ആഗ്രഹവും ഇസ്രായേലിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണമെന്നാണ്. എൻ്റെ ഹൃദയപൂർവകമായ ആഗ്രഹവും എനിക്ക് ഇസ്രായേലിന് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഈശോയെ അറിയാത്ത മനുഷ്യരുണ്ടല്ലോ ഈ ലോകത്ത്. ഈശോ നൽകിയ രക്ഷ അനുഭവിക്കാൻ കഴിയാത്ത മനുഷ്യരുണ്ട്. ഈ പ്രാവശ്യത്തെ നോയമ്പ് കാലത്ത് നമ്മുടെ പ്രാർത്ഥനയിൽ ഈ നിയോഗം കൂടി നമ്മൾ മനസ്സിൽ കരുതണം. ഈശോയെ അറിയാത്ത സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യരുണ്ട്. അവർക്ക് വേണ്ടി, ഈശോയെ അറിയാത്ത മനുഷ്യർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ വൈദികരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, അൽമായ സഹോദരന്മാരുണ്ട്. ഇവരെല്ലാം ഈശോയുടെ ചൈതന്യവും ഈശോയുടെ സ്നേഹവും ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാണ്. നമ്മുടെ പ്രിയപ്പെട്ട മിഷണറിമാരുണ്ട്, പ്രത്യേകിച്ച് കപ്പുച്ച സഭയിലെ നിരവധിയായ വൈദികരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മനസ്സിൽ വെക്കേണ്ട കാര്യം, അവർ രക്ഷിക്കപ്പെടണം. ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും ഈശോയുടെ സ്നേഹവും ഈശോയുടെ സൗഖ്യവും ഈശോ നൽകുന്ന സൗഭാഗ്യവും അനുഭവിക്കണം. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ നോയമ്പ് കാലത്ത് ഈ നിയോഗം, ഈ പ്രാർത്ഥനാ നിയോഗം നമ്മൾ മനസ്സിലുണ്ടാകട്ടെ. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും ക്രിസ്തുവിനെ അറിയണമെന്നും അതിനുവേണ്ടി ഈ നോയമ്പ് കാലത്ത് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ത്യാഗങ്ങളും നമ്മുടെ കർത്താവിനെ സമർപ്പിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.